ഇടുക്കി കട്ടപ്പന ചെറുതോണി റോഡാണേ. വെള്ളച്ചാട്ടങ്ങളെല്ലാം തീർന്നു വരുക കേട്ടോ. മഴയൊക്കെ കുറഞ്ഞ കാരണം ഈ വന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടോ. ഇടുക്കി വരെ പോകാൻ വേണ്ടി ഇറങ്ങിയാണേ. വന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കിട്ടുന്ന സ്ഥലം. എന്നാൽ ഒരു ചെറിയ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പോയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയെല്ലാം നല്ല കൃഷിയിടങ്ങളാണേ. ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ, എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു ബോർഡ് കാണും. ആ ബോർഡ് ഇരിക്കുന്നിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്നൊക്കെ താഴോട്ടൊക്കെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതാ കാട് കയറിയിട്ടേ ഈ വലത്തെ സൈഡിൽ കണ്ടോ, അവിടെ നിന്ന് നമുക്കങ്ങ് പാൽക്കുളമേട് വരെ കാണാവുന്ന ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. നാരകക്കാനത്തെ പള്ളിയാണ് ആ കാണുന്നത്. മാത്രമല്ല കാലാവസ്ഥ ഇച്ചിരി ഭയങ്കര മൂടലുമാണ്. ഇവിടെ ഒരു ബോർഡ് കണ്ടോ, KSEB കേരളത്തിൻ്റെ ഊർജ്ജം, കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് നിരോധിത മേഖല. ഇവിടെ ഒരു ടണൽ മുഖമാണ്. ഇടുക്കി ഡാമിന് മുമ്പേ ഉള്ളൊരു ഡാം ഇതിൻ്റെ താഴെയുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു പെർമിഷനില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്നുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാം. താഴെ നിന്നിങ്ങനെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ. ആ വെള്ളം ഇവിടെ ഒരു ടണലുണ്ട്, അങ്ങോട്ടേക്കാണ് വന്ന് ചേരുന്നത്. താഴെ വെള്ളം കിടക്കുന്നുണ്ടോ, അതിൻ്റെ താഴെ ഒരു കെട്ടൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര ഭയങ്കര ഒരു ഡാമൊന്നുമല്ല, എങ്കിലും ചെറിയൊരു ഡാമാണ് കേട്ടോ. ആ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടോ, ഇവിടെ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാവേ. ചെറിയൊരു ചെക്ക് ഡാം പോലത്തെ ഡാം. പക്ഷെ ഇത് ഇടുക്കി ഡാമിന് മുന്നേ ഉള്ളൊരു സംഭവമാണെന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ വിസിബിളായിട്ട് ഇത് കാണാം കേട്ടോ. കാണത്തില്ലേ, ഇത് ഇടുക്കി റോഡിൽ നിന്നും നാരകക്കാനം റോഡിലേക്ക് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നൊരു വഴിയാണേ. ഇടുക്കി റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന റോഡ് ഇത്. അതിങ്ങനെ വന്നാൽ ഈ വഴി നേരെ നാരകക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ആ കലിങ്ങിൻ്റെ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതുകൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ മരങ്ങളുടെ ഇടയിൽ കൂടി നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാവേ. ഈ വെള്ളമാണ് ആ ടണലിലേക്ക് ഒഴുകി ചെല്ലുന്നത്. ഇതിൻ്റെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മേളിൽ ചെന്നാൽ ആ കലിങ്ങിൻ്റെ അവിടെ കൂടെ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. മഴയത്ത് പക്ഷേ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇതാണ് ആ ഒരു പുഴ. ഇതാണ് ഒരു ടണലായി മാറുന്നത്, ഒരു ചെറിയ ഡാമായി മാറുന്നത്. ആ മുകളിലൊരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊരു വഴിയൊക്കെ കാണാം. ഈ വഴിക്ക് നമുക്ക് നാരകക്കാനത്തേക്ക് പോകാവേ. ഇതുവഴി പോയിട്ടാണ് താഴെ നമ്മൾ ആ ഒരു ചെറിയ ടണൽ ഡാമൊക്കെ കണ്ടത്. ഈ മരം നിറച്ചിങ്ങനെ പൂക്കളുണ്ടേ. ഈ പൂവാണ് ഈ മരത്തേൽ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ദൂരെ നോക്കുമ്പോൾ ഒരുപാട് പൂക്കളായിട്ട് കാണുന്നത്. കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഈ ഇടുക്കി ഭാഗത്ത് കട്ടപ്പന ഭാഗത്തേക്കൊക്കെ വരുന്ന ഈ ഒരു എൻട്രൻസിലേക്ക് എത്തി. പക്ഷേ ഇതിലൊന്നും ആരെയും ഇപ്പോൾ കയറ്റി വിടുന്നില്ല. കുറത്തി മലനിരകളൊക്കെ നിൽക്കുന്നുണ്ടോ. ഈ ഇടുക്കി ഡാം ഇവിടെ ഇതിങ്ങനെ വന്നുകൊണ്ടുണ്ടല്ലോ, എന്തേലും സഞ്ചാരികൾ അവിടെ വരുന്നതെന്നറിയോ. ഈ ക്രിസ്മസ്, ഓണം, ന്യൂ ഇയർ ടൈമിലെല്ലാം ഇതിൻ്റെ ഗേറ്റൊക്കെ തുറക്കും. ഇതിലേക്ക് ആളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുകയൊക്കെ ചെയ്യേ. ഇവിടെ നമ്മൾ നോക്കുമ്പം താഴത്തെ ആ സ്പോർട്സിൻ്റെ ഗ്രൗണ്ട് നമുക്ക് കാണാം. പിന്നെ അവിടെ ഏതാ കുറേ റിസോർട്ടുകൾ പോലെ കാണുന്നുണ്ടോ.
ഇടുക്കി ലോഡ്ജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ പേരുള്ള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കുറേ കോട്ടേജുകളൊക്കെയാണ്. പിന്നെ നമുക്കിങ്ങനെ നോക്കിയാൽ ഇടുക്കി ഡാമിൻ്റെ ആ ഒരു മെയിൻ ആർച്ച് ഡാമിൻ്റെ കെട്ടൊക്കെ കാണാം. ആ കാണുന്നതാണ് കുറവമ്മല. ഇപ്പുറത്ത് നമ്മൾ ആദ്യം വരുമ്പം കിട്ടുന്നത് കുറത്തിമലയാണ്. നമ്മൾ ആ കെട്ട് കാണും എന്നല്ലേ, അത് കാണുമ്പോൾ വെറും നിസ്സാരമല്ലേ, പക്ഷേ അതിനുള്ളിൽ എന്തെല്ലാം സംവിധാനമാണെന്ന് അറിയോ. ലിഫ്റ്റുണ്ട്, റൂംസ് ഉണ്ട്, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിനകത്ത് ആൾക്കാർ എല്ലാ 24 മണിക്കൂറും കാവലിനൊക്കെ ആയിട്ട് താമസമൊക്കെ ഉണ്ട്. കുറവമ്മല നമ്മൾ അങ്ങനെ കണ്ടപ്പം ചെറുതാണെന്ന് തോന്നിയല്ലേ. ഇപ്പോൾ ഈ കുറത്തിമലയുടെ ഒരു വലിപ്പം കണ്ടോ. മഴയത്തൊക്കെ അതിന് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ്. കണ്ടോ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കീഴെ പോയി നിൽക്കരുത്, പാറ വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. ആ ഗ്രൗണ്ടിലായിരുന്നു ആദ്യം MVD ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ദൂരെയായിട്ടേ ഒരുപാട് ഭാഗങ്ങളുണ്ടോ. പാൽക്കുളമേടിൻ്റെ ആ മേഖലയൊക്കെയാണ് ആ കാണുന്നത്. പക്ഷെ എല്ലാം മഞ്ഞ് കയറി കിടക്കുവാണേ, കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല. മഞ്ഞല്ല, ഒരു മാതിരി മൂടല. ഇടുക്കി ഡാം ടോപ്പിലാണ് കേട്ടോ. ബസ്സൊക്കെ കയറി പോകുന്ന പോക്കുണ്ടോ, കട്ടപ്പനയ്ക്കുള്ള വണ്ടിയാണ്. ഇവിടെ ഇപ്പം നിലവിൽ കടകളെല്ലാം അടഞ്ഞു കിടക്കുവാണ്. സഞ്ചാരികൾ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കട മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ. ആ എക്കോ ലോഡ്ജിലെ കോട്ടേജുകളൊക്കെ കാണാം. അതിൻ്റെ പേര് എക്കോ ലോഡ്ജ് എന്നാണ് കേട്ടോ, ഇടുക്കി എക്കോ ലോഡ്ജ്. ഈ റബ്ബർ മരങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആ ഡാമിൻ്റെ ആ ഒരു കെട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നേ. മഴയുള്ളപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അത്ര വലിയ വെള്ളച്ചാട്ടമല്ല. ഇടുക്കി ടൗൺ നേരെ താഴോട്ട് ചെറുതോണി, തൊടുപുഴ, എറണാകുളമൊക്കെ പോകുന്ന വഴി, കുരിശിനപ്പുറത്തെ വലത്തോട്ട് കിടക്കുന്ന വഴി തങ്കമണിക്കൊക്കെ പോകുന്നു. നമ്മളങ്ങനെ ഇടുക്കിയുടെ കീഴേ ഇരുന്ന് ചോറിനാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നായിരുന്നേ. ഇതാ ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ടോ, കാണാമല്ലോ അല്ലേ. കുറച്ച് കറികളൊക്കെ ഉള്ളൂ, തോരനും ശകലം മീനും ഒക്കെ. അപ്പോൾ എന്തായാലും ഹോട്ടലിൽ കയറി നമ്മൾ ഒത്തിരി ഭക്ഷണം വെച്ച് കഴിക്കാതിരിക്കുന്നത് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഒരു 2 മാസമായിട്ട് ഞാൻ ചോറിങ്ങനെ കൊണ്ടുവന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ചോറും കപ്പളങ്ങാത്തോരനും മീൻ വറുത്തവും ഇത്രയൊക്കെ പോരെ. ഞാനെപ്പോൾ ചോറ് കൊണ്ടുവന്നാലും മുഴുവൻ കഴിക്കാറില്ല. ഒന്നേ കിളികൾക്കോ ഇതുപോലുള്ള അവർക്കോ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും ഞാനേ. എന്തായാലും നമുക്ക് 10 പേരുടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഒരാളുടെ ഭക്ഷണം വേണേൽ 10 പേർക്കും കഴിക്കാം അല്ലേ. അവർക്കത് കഴിച്ചു കഴിയുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. മാത്രമല്ല ഇനി ഇവർ നമ്മളെ എവിടെ വെച്ച് കണ്ടാലും അടുത്ത് വരും, വാലാട്ടി കാണിക്കും. അതാണ് ഇവർക്കൊക്കെ നമ്മളൊരു ഭക്ഷണം കൊടുത്താലുള്ളൊരു ഗുണം. ഞാനത് കാണിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോ എടുത്തതല്ല കേട്ടോ. ഞാനാ പറഞ്ഞ ഇപ്പോൾ കാണിക്കാം. അതുകൊണ്ടോ എന്നാണ്ട് കണ്ടോ, നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുള്ളൂ. ഇവർ 2 പേര് നമ്മൾ വിരളി ഓടിക്കുമ്പോൾ അടുത്ത് വരുന്നുണ്ടോ. ഇതാണ് ഇവർക്കൊക്കെ വല്ലതും കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. കഴിച്ചോ കുറച്ചേ ഉള്ളായിരുന്നല്ലേ, കുഴപ്പമില്ല. ഇനി നമുക്ക് എപ്പോഴേലൊക്കെ വരുമ്പോൾ തരാവേ. ഇവിടെ നിന്ന് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ആ ഒരു കെട്ടൊക്കെ കാണാവേ. ശരിക്കും നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ഒരു സെൻറ്ററിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ എടുത്ത ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഫുള്ളായിട്ടും. ഇടുക്കിയിലെ വോളിബോൾ അക്കാദമിയുടെ ഒരു ഗ്രൗണ്ടാണിത്. നല്ല വലിപ്പമുള്ള ഗ്രൗണ്ടാട്ടോ. ഇടുക്കിയുടെ മടിത്തട്ടിൽ ഒമാര് ചോറൊക്കെ ഉണ്ടെച്ചങ്ങനെ ഓടി കിടക്കുക. ചെറിയ ഇതാട്ടോ, ഇവിടെ അത്ര വലിയ പ്രായമുള്ളവന്മാരൊന്നുമില്ല. ഇതുണ്ടോ കൈയൊക്കെ തരാൻ നോക്കുന്നുണ്ടോ. ഉമ്മാരെ പരിപാടി ഉണ്ടോ അടുത്ത് വന്നിരുന്നത്. ഒന്ന് തട്ടി നോക്കിയിട്ട് കഴിക്കുമോ ചെയ്യോന്ന് അറിയുന്നില്ല കേട്ടോ. ഇവിടെ വെച്ച് പരിചയപ്പെട്ടുള്ളൂ. ഇപ്പം ചോറ് കൊടുത്തപ്പോൾ ഉള്ള പരിപാടിയാണേ. കൈതാ മിടുക്കലാണേ. കൈയൊക്കെ തന്നു കേട്ടോ, ഭയങ്കര മിടുക്കലാട്ടോ.
അടുത്ത കൈ ഇതാ, ഈ കൈ ഇതാ, ആ കയ്യും കൈയൊക്കെ തരാൻ ഭയങ്കര മിടുക്കാണല്ലോ. പോരുന്നോ എൻ്റെ കൂടെ? പോരുന്നോ? ഇതിനൊക്കെ മുറിവ് എന്തൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ വഴിക്ക് നമ്മൾ കുറച്ചിങ്ങ് കയറി വന്നേ. എന്നാലും നമുക്കേ ഈ ഇടുക്കി ഡാമിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് വന്നേ. പക്ഷേ ഇവിടുന്ന് ശരിക്കും നമുക്ക് കാണത്തില്ല. അവിടെ മരങ്ങളുടെയൊക്കെ ആ ഒരു മറവ് കാരണം ഇതിലേ മുന്നോട്ട് പോവാം. ഇവിടെ എന്താ റൂംസൊക്കെ ഉണ്ട് കേട്ടോ, കോട്ടേജൊക്കെ. മുന്നോട്ട് പോയാലും അവിടെ നിന്ന് എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കാം നമുക്ക് കാണാൻ പറ്റുമോ. അപ്പോൾ അവിടെ എല്ലാം മരങ്ങളും മറവാട്ടോ. അതിൻ്റെ ചൂടുഭാവം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ വഴി അങ്ങോട്ട് പോകുന്നതാണേ, പക്ഷേ അത് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. നമുക്ക് ഇവിടുന്നൊക്കെ കുറച്ച് ഇങ്ങനെ കാണാവേ. ഇതാണ് അതിൻ്റെ അടിഭാവം കണ്ടോ. അവിടെ ഒരു മരമൊക്കെ നിൽക്കുന്നുണ്ട്. ഇടുക്കി ഡാമിൻ്റെ ചുവടുവശം ആ വാർക്കയുടെ. ഇങ്ങനെ നമുക്ക് കാണത്തുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകത്തില്ല. അതിൻ്റെ മുന്നോട്ട് പിന്നെ പോകണമെങ്കിൽ അപ്പുറത്തേക്ക് ചെക്ക് പോസ്റ്റൊക്കെ ആണേ. നമ്മൾ തിരിച്ചു പോന്നു. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. എക്കോ ലോഡ്ജൊക്കെ ഇരിക്കുന്നുണ്ടോ. കുറേ റൂംസുകളൊക്കെ ഉണ്ട്, കോട്ടേജുകൾ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തോടെ കയറിപ്പോയാൽ അത് കാണാൻ പറ്റുമേ. ഇടുക്കിയിലെ എന്താ പറയുക, ഇടുക്കിയുടെ മടിത്തട്ടിൽ അന്തി ഉറങ്ങാന്നൊക്കെ പറഞ്ഞ പോലെ. ഇതാണ് ഇക്കോ ലോഡ്ജ് കേട്ടോ. ഇത് ചുമ്മാ പെയിൻ്റ് അടിച്ചേക്കുന്നതല്ല, നിലമ്പൂര തേക്ക് കൊണ്ട് നിർമ്മിച്ച കോട്ടേജുകളാണ് ഇതെല്ലാം. കണ്ടോ, ഇടുക്കിയുടെ മടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞില്ലേ. ഇവിടെയൊക്കെ നല്ല റെൻ്റായിരിക്കും. ഇവിടെ ഇതിൻ്റെ റെൻ്റൊന്നും നമുക്ക് കറക്റ്റായിട്ടറിയില്ല. നമ്മളതിൻ്റെ പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് അത്, ആ കോട്ടേജുകളെല്ലാം. ഡബിൾ കോട്ടേജും സിംഗിൾ കോട്ടേജും എല്ലാം ഒരു ട്രീ ഹൗസ് പോലെയാണ് പണിതിരിക്കുന്നത്. 4 കാലിലൊക്കെ ആയിട്ട് കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. ഇവിടെയൊക്കെ വന്ന് റൂമെടുത്ത് താമസിച്ച് ഇടുക്കിയുടെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങണം കേട്ടോ. അപ്പോഴാണ് ഇടുക്കിയിലേക്ക് ടൂർ വരുന്നതിൻ്റെ ഒരു നല്ലൊരു മൂഡൊക്കെ കിട്ടുക. എന്തായാലും ഇവിടെ റേറ്റ് അത്ര കുറവായിരിക്കില്ല. ഇത് ഗവൺമെൻറ്റൊക്കെ ആയതുകൊണ്ട് VIP ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരിക്കും കൂടുതലും ഇവിടെ ഉണ്ടാവുക. ചെറുതോണി ഡാം തുറന്നു വിട്ടാൽ വെള്ളം ഇതിലേ വരും കേട്ടോ. 2018-19 ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം വന്നിട്ടുള്ളത്. അതിനുശേഷം അധികം ഒന്നുമില്ല, ഈ കാണുന്ന പോലെയൊക്കെ ഉള്ളൂ. അന്നിവിടെ ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയേ. ഈ റോഡ് പണിതാൽ പിന്നെ ഉണ്ടല്ലോ നല്ല വീതിയായി. പിന്നെ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ പോയി കേട്ടോ. നേരത്തെ റോഡിനൊക്കെ ചെറിയ വീതിയുള്ളായിരുന്നേ. പിന്നെ ഇതുണ്ട്, ആ മുകളിലൊക്കെ ഇരിക്കുന്ന തിണ്ടല്ല, ആ 18-19 വെള്ളപ്പൊക്കത്തിലൊക്കെ ഒരുപാട് ഇടിഞ്ഞു പോയതാണ്. ഈ മുകളിലൊക്കെ എന്തുമാത്രം വീട് ഇരിക്കണമെന്നറിയോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. ഇതിന് മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളിയുടെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞു പോയായിരുന്നേ. ചെറുതോണി ടൗണ് നമുക്ക് കുറച്ച് ദൂരെ കാണാം. ചെറുതോണി പുതിയ പാലത്തിൻ്റെ ഫുട്പാത്തായത് കേട്ടോ. നല്ല വീതിയാണ് ഈ പാലത്തിന്. 2 ബസ്സൊക്കെ ഒരുപോലെ പോകും. ഈ പാലമൊക്കെ വന്നതിന് ശേഷം ചെറുതോണിക്കൊക്കെ ഒരുപാട് മാറ്റമായി കേട്ടോ. ചെറുതോണിയിലെ പഴയ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ആ വെള്ളം കയറി മൊത്തം അടിച്ച് തകർത്ത് കളഞ്ഞു കേട്ടോ. ആ മണ്ണൊക്കെ ഇപ്പോഴും ഇവിടെ വന്ന് കിടക്കുന്നത്. ചെറുതോണി ടൗണ് നമുക്ക് ഇങ്ങനെ കണ്ടു നോക്കാം. ഇപ്പോൾ ബസ് ഒക്കെ ഈ പാലത്തെ കൂടെയൊക്കെയാണ്, പാലത്തിന് അങ്ങേരത്ത് ഇങ്ങേരത്തൊക്കെ വന്ന് കിടക്കുന്നത്. ഇപ്പുറത്ത് ബസ് സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളേ. ആദ്യം നമ്മളൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് വന്നിരുന്ന റോഡ് അതാണ് കേട്ടോ. എന്നിട്ട് ഈ പഴയ പാലത്തെ കൂടെ കയറി ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ചെറുതോണി ടൗണിലേക്ക് കയറുമായിരുന്നേ. ഇപ്പോഴവിടെയെല്ലാം പാർക്കിംഗ് ഏരിയ ഒക്കെ ആയി മാറി മൊത്തം. ചെറുതോണി പഴയ പാലം കണ്ടോ. ഇതിനിപ്പോഴും നല്ല ഉറപ്പാണ്. ചെറുതോണിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. പണിയൊന്നും ആയില്ല, പണിയൊക്കെ നടന്നു വരുന്നേ ഉള്ളേ.
കുറേ നാളായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനനുസരിച്ച് ചെറുതോണി ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് മാറി വരും കേട്ടോ. ബസ് സ്റ്റാൻഡ് വന്നു കഴിയുമ്പോൾ ഇവിടെ മൊത്തത്തിലൊരു വികസനമൊക്കെ ആവും. ഇടുക്കി മെഡിക്കൽ കോളേജ് കെട്ടിടമാണ് ആ മോളിൽ കാണുന്നത് കേട്ടോ. അതിപ്പോൾ പ്രവർത്തനമാണേ. നമ്മൾ കയറി പോകുന്ന വഴി ഇത് കാണാം. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള എൻട്രൻസ്, മെയിൻ റോഡിൽ നിന്നുള്ള മെഡിക്കൽ കോളേജിൻ്റെ എൻട്രൻസ് അതാണ് കേട്ടോ. അതിലേയും മുകളിലേക്ക് പോകാവേ. പഴയ ആശുപത്രിയുടെ അങ്ങോട്ട്, ഈ മുകളിൽ കാണുന്ന പഴയ ആശുപത്രി, പഴയ ജില്ലാശുപത്രി, അതാ പുതിയ കെട്ടിടമൊക്കെ കാണുന്നു. ഇടുക്കിയിലെ പഴയ ജില്ലാശുപത്രി ഉണ്ടോ? ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടെയൊക്കെ ഞാൻ എൻ്റെ അപ്പനെയും കൊണ്ടും അമ്മയും കൊണ്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഞാനും വന്നിട്ടുണ്ട്. ഇതൊരു ഓർമ്മയായിരിക്കും. ഇവിടെ ഇപ്പോൾ പിള്ളേരുടെയും സ്ത്രീകളുടെയൊക്കെ വാർഡൊക്കെയാണേ. പുതിയ മെഡിക്കൽ കോളേജ് കെട്ടിടം, അങ്ങോട്ടുള്ള വഴി ഇതാണേ. മെഡിക്കൽ കോളേജ് നമുക്ക് മൊത്തത്തിൽ പുറത്തു നിന്നൊന്ന് കാണാവേ. ഇവിടെ എല്ലാ സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് ചികിത്സയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചെറുതോണി ഡാമിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണാം കേട്ടോ. കുറവൻകുറത്തി മലയും. ഈ വഴിക്കെല്ലാം കുറേ കെട്ടിടങ്ങൾ പണിയുന്നുണ്ടോ കേട്ടോ. ഹോസ്പിറ്റലിൻ്റെയൊക്കെ തന്നെയാണ് ഇതെല്ലാം. ഇല്ല, സോളാറെല്ലാം വെച്ച് തന്നെയാണ് പണിയുന്നത്. ആ വലിയ കെട്ടിടം ഹൗസ് സർജൻ്റ് ആണേ. ഇങ്ങനെ താഴോട്ടുള്ളതെല്ലാം പിള്ളേരുടെ ഹോസ്റ്റലൊക്കെയാണ്. ഇതിനൊക്കെ മുകളിൽ കംപ്ലീറ്റ് സോളാർ ചെയ്തിരിക്കുക കേട്ടോ. കണ്ടോ, അത് ചെറുതോണി ഡാമിലും ഇടുക്കി ഡാമിലോട്ടൊക്കെ കയറി പോകുന്ന വഴിയാണ്. ഡാം ടോപ്പിലോട്ടൊക്കെ. ഇതാ നമുക്ക് ഇവിടെ നിന്ന് ചെറുതോണി ഡാമിൻ്റെ ഷട്ടറൊക്കെ കാണാവേ. ഇടുക്കി ഡാമിൽ കൂടുതൽ വെള്ളം വന്നാൽ തുറന്നു വിടുന്നത് ഇവിടുന്നാണ്. 2018-ലും 2019-ലൊക്കെ വെള്ളം ഇവിടുന്നാണ് തുറന്നു വിടുന്നത്. നല്ല ഭംഗിയാണ് വെള്ളം ഒഴുകി പോകുന്നതാണ്. പക്ഷേ അതോടുകൂടി നാട്ടിൻപുറത്തുള്ളവർക്ക് പേടിയാവും. ഇടുക്കി ഡാം ടോപ്പിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടേ. അവിടെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുക. അവധി ദിവസങ്ങളിൽ അത് തുറക്കാറുള്ളൂ. ഇവിടെ അവധി സമയമൊക്കെ ആണെങ്കിൽ ഒത്തിരി സഞ്ചാരികളൊക്കെ വരും കേട്ടോ. അന്നേരം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ വരെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമേ. അവിടെ നോക്കുമ്പോൾ നമുക്ക് ആ മലനിരകളൊക്കെ കണ്ടോ, കുറവൻകുറത്തി മലനിരകളും അതിൻ്റെ ഇടയ്ക്ക് പാഞ്ചാലി ഗുഹയൊക്കെ ഉണ്ടേ. ഇതാണ് ശരിക്കും നമ്മൾ ആ ഡാമിൻ്റെ ഒരു ഫ്രണ്ടിലേക്ക് വരുന്നു കേട്ടോ, ചെറുതോണി ഡാം. അപ്പോൾ വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. തൽക്കാലം വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.